തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. തൃപ്പാദത്തിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് സഹോദരൻ ബാജി ഫിലിപ്പ്. നമ്മുടെ കർത്താവ് നമുക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം. 27-ാം സങ്കീർത്തനം 4-ാം വാക്യം. ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദൈവഭക്തനായ ദാവീദിന്റെ ഹൃദ്യമായ ഒരു അഭിവാഞ്ചയാണ് നാം ഈ വാക്കുകളിൽ ദർശിക്കുന്നത്. തന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട്. പ്രശ്നങ്ങളുടെ മധ്യത്തിലൂടെയാണ് താൻ മുന്നോട്ട് പോകുന്നത്. വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ തന്റെ ജീവന് ഭീഷണിയായിട്ട് ചുറ്റിലുമുണ്ട്. എങ്കിലും ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് തന്റെ ഹൃദയത്തെ മനഃപൂർവ്വമായി സമർപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾ. അന്യഥാ ചിന്തകളെല്ലാം വെടിഞ്ഞ് ഹൃദയത്തെ ഏകാഗ്രമാക്കി യഹോവയോട് അപേക്ഷിക്കുകയാണ്, എനിക്ക് അങ്ങയുടെ മനോഹരത്വം കാണണം. ഐ നീഡ് ടു ബിഹോൾഡ് ദൈ ബ്യൂട്ടി. എനിക്ക് അങ്ങയെ ധ്യാനിക്കണം. ഐ നീഡ് ടു മെഡിറ്റേറ്റ് അപ്പോൺ യു. എനിക്ക് അവിടുത്തെ ആലയത്തിൽ പാർക്കണം. I want to dwell with you and to be in thy presence. ദാവീദ് തന്റെ പല സങ്കീർത്തനങ്ങളിലും ഈ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. തന്റെ സ്വർണാഗീതമായ 16-ാം സങ്കീർത്തനത്തിൽ മനോഹര ദേശത്തെക്കുറിച്ചും നല്ലൊരു അവകാശത്തെയും പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു. 26-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ യഹോവേ, നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിന്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. 63-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. ദൈവത്തെ ആരാധിക്കുവാൻ അതാത് സമയങ്ങളിൽ തൃപ്പാദത്തിൽ അണയുന്ന ഓരോ ആരാധകന്റെയും ഹൃദയത്തിൽ ഇന്ന് ഉണ്ടായിരിക്കേണ്ട ധന്യമായ ചിന്തകളാണ് ഇവയൊക്കെയും. ഇങ്ങനെയുള്ള മനസ്സോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന സർവശക്തനായ മഹാദൈവത്തിന്റെ തേജസ്സുള്ള മഹത്വവും അവിടുത്തെ പ്രതാപവും ഇതൊക്കെ ഒരു ചെറിയ അളവിലെങ്കിലും നമ്മുടെ അന്തരാത്മാവിലേക്ക് ഇറങ്ങി വരും. നമ്മുടെ ആരാധനകൾ സുഗ്രാഹിയാഗമായി ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുവാനിടയാകും. ഇപ്രകാരം ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹം നോക്കുക. 8-ാമത്തെ വാക്യം. ദാവീദിന്റെ ഹൃദയത്തിൽ ദൈവം അരുളി ചെയ്യുകയാണ്, എന്റെ മുഖം അന്വേഷിപ്പീൻ. യു സീക്ക് മൈ ഫേസ്. ദാവീദിന്റെ പ്രതികരണം, യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. യെസ് ലോർഡ്, ഐ സീക്ക് ദൈ ഫേസ്. തീർന്നില്ല, നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. ഡു നോട്ട് ഹൈഡ് ദൈ ഫേസ് ഫാർ ഫ്രം മീ. 4-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നുണ്ട്, യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെയും ആഗ്രഹവും പ്രാർത്ഥനയും
അതായിരിക്കട്ടെ. കർത്താവേ, അവിടുത്തെ ദൃഷ്ടിവലയത്തിൽ ഞാൻ എപ്പോഴും ആയിരിക്കട്ടെ. അങ്ങയുടെ പ്രകാശത്താൽ എന്റെ മ്ലാനതയും അന്ധകാരവും മാറട്ടെ. ഈ സങ്കീർത്തനം പാടി അവസാനിക്കുന്നത് അനുഗ്രഹീതമായ 3 പ്രസ്താവനകളോടുകൂടിയാണ്. 1, യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. 2, ധൈര്യപ്പെട്ടിരിക്കുക, ബി ഓഫ് ഗുഡ് കറേജ്. 3, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, മേ യുവർ ഹാർട്ട് ബി സ്ട്രെങ്തൻഡ്. അതെ, നമുക്ക് യഹോവയെങ്കിൽ പ്രത്യാശ വെക്കാം, കർത്താവിനായിട്ട് കാത്തിരിക്കാം. നാം വായിക്കുന്നുണ്ട്, യഹോവയെ നാം കാത്തിരിക്കുന്നുവെങ്കിൽ നമുക്ക് ശക്തിയെ പുതുക്കുവാൻ തക്കവണ്ണം കഴിയും. ധൈര്യപ്പെട്ടിരിക്കുക, ബി ഓഫ് ഗുഡ് കറേജ്. നമുക്ക് ധൈര്യം പകരുന്നത് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമാണ്. നീറുന്ന ശോധനകളിൽ ദൈവം നമ്മെ സഹായിക്കുവാൻ ഏറ്റവും മതിയായവനാണ്. കർത്താവിനായി നാം കാത്തിരിക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കുന്നുവെങ്കിൽ, ക്ഷീണിച്ചു പോകാതെ നടക്കുവാൻ, തളർന്നു പോകാതെ ഓടുവാൻ നമുക്ക് ബലവും കൃപയും നമ്മുടെ കർത്താവ് പകരും. നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കുവാൻ ദൈവം എപ്പോഴും ആഗ്രഹിക്കുകയാണ്. അതേ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ അനേക ദൈവഭക്തന്മാരെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ തളരാതെ പതറാതെ ഉറപ്പിച്ചു നിർത്തുവാൻ പര്യാപ്തമായ ഈ 27-ാം സങ്കീർത്തനവും ഇതിലെ വാഗ്ദത്ത വചനങ്ങളും നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ നമുക്കും ശക്തി പകരട്ടെ. നമ്മുടെ കർത്താവിന്റെ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.